എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള റൗണ്ട് 4 മത്സരങ്ങളുടെ തുടക്കം കോഴിക്കോട് നടക്കുകയായിരുന്നു. കാലിക്കറ്റ് എഫ്സിയും തൃശൂർ മാജിക് എഫ്സിയും തമ്മിലുള്ള പോരാട്ടം ആദ്യ പകുതി ഗോൾ രഹിതമായിട്ട് തന്നെ അവസാനിച്ചു. ഒരുപാട് അവസരങ്ങൾ ഉണ്ടായെങ്കിലും ആദിലിനെ പിൻവലിച്ച് അഭിജിത്ത് സർക്കാർ തൃശ്ശൂരിന്റെ ഭാഗത്ത് നിന്ന് വന്ന 2 മാറ്റങ്ങൾ. കാലിക്കറ്റും ഒരു മാറ്റം നടത്തി, തോയ് സിംഗിനെ പിൻവലിച്ച് ബിട്ടോ പി എമ്മിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ മാറ്റങ്ങളോടെ ഫ്രഷ് ലെഗുകളുടെ സാന്നിധ്യത്തിൽ രണ്ടാമത്തെ പകുതിക്ക് സമയമാകുന്നു. രണ്ടാം പകുതിയുടെ വിസിൽ മുഴങ്ങിയിരിക്കുകയാണ്. ബെൽഫോർട്ട് ആണ് ഈ പകുതിയിലെ ആദ്യ ടച്ച് നൽകിയിരിക്കുന്നത്. ഹക്കു നെടിയോടത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ ബോൾ ഉള്ളത്. ഒരു ലോങ് പാസ് ആണ് ഹക്കു നെടിയോടത്തിന്റെ കയ്യിൽ. എങ്ങനെ അത് ഫോർവേഡുമായിട്ട് കണക്ട് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സി കെ വിനീതമാണ് ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഒരു ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസ് ആണ് സി കെ വിനീതിന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. എങ്ങനെ ഒരു മിഡ്ഫീൽഡിൽ നിന്നൊരു ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസ് സി കെ വിനീതിന് കൊടുക്കുക, അതിനനുസരിച്ചിരിക്കും സി കെ വിനീതിന്റെ പെർഫോമൻസ് ഇനി ഈ ഒരു ഗെയിമിൽ ഉണ്ടാവാൻ പോവുക. അതുപോലെ തന്നെ കാലിക്കറ്റ് എഫ് സി ഒരു ബിൽഡ് ചെയ്തിട്ടായിരുന്നു അവരുടെ ഫസ്റ്റ് ഹാഫ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. തൃശ്ശൂർ എഫ് സി ഒരു സോളിഡ് ഡിഫൻസും അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കുമാണ്. നമുക്ക് തിരിച്ചു വരാം. അവിടെ തൃശ്ശൂർ എഫ് സിയുടെ ഒരു മൂവ്മെന്റ് ആണ്. ഹെൻറി ആന്റണിയാണ് ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അർജുന്റെ കയ്യിലാണ് ഇപ്പോൾ ബോൾ ഉള്ളത്. നല്ലൊരു ക്രോസ് ആയിരുന്നു, പക്ഷെ ബോക്സിൽ ആരുമായിട്ട് അത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സോ അവിടെ കാണാം ഒരു ഉഗ്രൻ കേർവ് സെറ്റ് ചെയ്ത് അകത്തേക്ക് വളഞ്ഞിറങ്ങിയൊരു പന്താണ്. അവിടെ ഗോൾ കീപ്പർ വിശാൽ ജൂൺ തീർച്ചയായിട്ടും ഒരു മികച്ച പെർഫോമർ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. കാലിക്കറ്റ് എഫ് സി അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡുള്ള ടീമാണ്. അവിടെ ഒരു അറ്റാക്കാണ് കാലിക്കറ്റ് എഫ് സിയുടെ സൈഡിൽ നിന്ന് നടക്കുന്നത്. പക്ഷെ അത് വീണ്ടും ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുകയാണ്. സാലിം വീണ്ടും അറ്റാക്കുമായി മുമ്പോട്ട് പോകുന്നുണ്ട്, പക്ഷേ വീണ്ടും ഒരു ഇന്റർസെപ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ വീണ്ടും കാണാം അവിടെ നല്ലൊരു അറ്റംപ്റ്റിന് വേണ്ടിയുള്ള തിരക്കായിരുന്നു. ബോക്സിനകത്തേക്ക് വരുന്നു. ബോക്സിനകത്ത് വളരെ കുറഞ്ഞ അവസരങ്ങളിലാണ് ഇതുപോലെയുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു കോർണറായിട്ട് അവിടെ കാര്യങ്ങൾ മാറുകയാണ്. തൃശ്ശൂർ എഫ് സിന്റെ എതിരെ വന്ന ഗോളുകളെല്ലാം സെറ്റ് പീസിൽ നിന്നാണ്. ഈ കോർണർ തീർച്ചയായിട്ടും കാലിക്കറ്റ് എഫ് സിക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കോർണറാണ്, പക്ഷെ അതൊരു ഗോളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. കാലിക്കറ്റ് ഗാനി നിഗമാണ് ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഹിസ്റ്റിൽ ഔട്ട്സൈഡ് ദ ബോക്സ്. So വീണ്ടും ഒരു പ്രഷറിൽ കൃത്യമായ സേവ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. Goes in goal number 1. And that's a goal. മുഹമ്മദ് റിയാസ് under 23 താരം. കോഴിക്കോടിന് അഭിമാനിക്കാം ഈ നിമിഷം. കോഴിക്കോടിന്റെ അഭിമാനമായി മാറുന്നു മുഹമ്മദ് റിയാസ്. വാസ്കോ ഡ ഗാമ ആദ്യം കാലുകുത്തിയ മണ്ണിന് വേണ്ടിയിട്ട് മുഹമ്മദ് റിയാസ് under 23 player scores a beautiful goal. ഒരു പ്രഷറിൽ നിന്നാണ് ആ ഗോൾ വന്നത്. സോ അവിടെ മുട്ടുപിൻ തുറക്കപ്പെടുമെന്നത് ശരിയാവുകയാണ്. നിരന്തരമായിട്ട് അവിടെ പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. അതിനൊടുവിൽ ഒരു ഫലം കാണുന്നു. ബോക്സിനകത്ത് ബ്രിട്ടോയുടെ മാന്ത്രിക ചുവടുകൾക്കപ്പുറത്ത് ആദ്യ സേവ്. സെക്കൻഡ് ബോളിന് വേണ്ടിയുള്ള ചാർജ്. ബ്രിട്ടോയുടെ നോക്കുക, വളരെ ഡിഫൻസിന്റെ ഇടയിൽ കൂടി ചടുല താളത്തിൽ ഒരു ആട്ടിൻകുട്ടി തുള്ളി കളിക്കുന്നത് പോലെ ബ്രിട്ടോ അവിടെ ചാടി പിഴിഞ്ഞു മാറിക്കൊണ്ട് ഒരു ഷോട്ട് എടുത്തു. റിയാസ് റീബൗണ്ട് വലയിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു ഗെയിമിൽ മുഹമ്മദ് അർഷാഫിന് മാർക്ക് ചെയ്യേണ്ട പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ബെൽഫോർട്ട്, ഗാനി നിഗം എന്ന പോലത്തെ പ്ലേയേഴ്സിനെയാണ്. അത് തീർച്ചയായിട്ടും മുഹമ്മദ് അർഷാഫ് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സെറ്റ് പീസ് ആയിരുന്നു തൃശ്ശൂർ എഫ് സിയുടെ. അറ്റാക്ക് മറുഭാഗത്തേക്ക് പെട്ടെന്നൊന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കവേ പകുതി വഴിയിൽ വെച്ച് വീണു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടി അറ്റാക്കിന്റെ തീവ്രത കൂടുന്നു. തൃശ്ശൂരിന്റെ ആക്രമണ വേഗവും ഒരുപോലെ കൂടി എൻട്രസ്കാനോയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരു പ്ലെയർ ഓൾറെഡി ഡൗൺ ആയതുകൊണ്ട് ആ ഒരു
സ്പോർട്സ്മാൻ സ്പിരിറ്റ്. പന്ത് പുറത്തേക്ക് ക്ലിയർ ചെയ്യാൻ ഒരു മെഡിക്കൽ ടെൻഷൻ പക്ഷെ വേണ്ടി വരും. ഹക്കുവാണ് നിലത്ത് വീണ് കിടക്കുന്നത്. എന്തോ ഒരു കൂട്ടിയിടി അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ. ഹക്കു നെടിയോടത്തിനെ പോലത്തെ ഒരു പ്ലെയർ ഈ ഒരു അവസരത്തിൽ കാലിക്കറ്റ് FC നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. ഭയങ്കര ഫിസിക്കലായിട്ട് ത്രൂ ഔട്ട് ദ ഗെയിം ഹക്കു നെടിയോടത്ത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഒരു സബ് കയറി ഹക്കു പോവുക എന്ന് പറയുന്നത് കാലിക്കറ്റ് FCയുടെ ആ ഒരു വിങ്ങിൽ വരുന്ന, തീർച്ചയായിട്ടും വിങ്ങിൽ നല്ലൊരു തളർച്ചയായിരിക്കും കാലിക്കറ്റ് FCക്ക് നേരിടേണ്ടി വരിക. പക്ഷെ എന്തായാലും എത്രത്തോളം ഗുരുതരമാണ് ആ ഒരു പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. ചെറിയ പ്രതീക്ഷ നമ്മുടെ വന്നു, അത് സംഭവിച്ചു. എനിവേസ് അദ്ദേഹം അത് റിക്കവറായി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാർഡ് കൂടി അവിടെ കാണിക്കുന്നുണ്ട്. മെഡിക്കൽ ടീമിനാണ് കാർഡ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. സോ കൃത്യമായ ചട്ടങ്ങൾ, കൃത്യമായ നിയമങ്ങളുണ്ട്. എപ്പോൾ കളിക്കളത്തിൽ വരാം, എപ്പോൾ കളിക്കളത്തിൽ വരരുത് എന്നടക്കമുള്ള കാര്യങ്ങൾക്ക്. ഒരു ഇനീഷ്യൽ ഹക്കുവിൻ്റെ തന്നെ ഒരു കൂട്ടിയിടിയാണ് അത്. ആദ്യത്തെ കൂട്ടിയിടി അവിടെ സംഭവിച്ച് ആ ഒരു ഇൻസിഡൻറ്റ്. സോ വളരെ വേഗം CK വിനീത് പിറകിലേക്ക് ത്രോയിനായിട്ട് എടുക്കുകയാണ്. ഗോളിന് വേണ്ടിയുള്ള ആ ഒരു ദാഹം അവരെ കാര്യമായിട്ട് വേട്ടയാടുന്നുണ്ട്. ക്രോസ് ഇൻകമിങ്. പക്ഷെ ആദ്യ തവണ തന്നെ അതിലേക്ക് ഒരു പവർ ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ശ്രമങ്ങളോടെ മാത്രമേ തൃശ്ശൂരിന് തിരിച്ചു വരാൻ പറ്റൂ. ശരിക്കും ആ ഡിഫൻസ് ഇടിച്ചു പൊളിച്ച് മാറ്റി അകത്ത് കയറണം. ഒരു ലോങ് റേഞ്ച് ട്രൈ ആയിരുന്നു ലക്ഷ്യം. പക്ഷേ ഒരു ചലഞ്ചിൽ കലാശിക്കുകയാണ് അവിടെ. ഒരു കാർഡും പുറത്തെടുക്കപ്പെടുന്നു റഫറിയുടെ ഭാഗത്ത് നിന്ന്. കുറച്ച് റഫായിട്ടുള്ള ഒരു ചലഞ്ച് തന്നെയാണ് അവിടെ നമ്മൾ കണ്ടത്. അവിടെ കാണാം കുറച്ചധികം ടഫായിട്ടുള്ള ഒരു സ്റ്റോപ്പിംഗ് ആയിരുന്നു റിച്ചാർഡ് ക്യുമാങ്ങിൻ്റെ ഭാഗത്തു നിന്ന്. സോ റഫറി കൺമുന്നിൽ നിൽക്കെ തന്നെയാണ് ആ ഒരു ചലഞ്ച്. പന്തിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ്. അവിടെ കാണാം ആർഗ്യുമെൻസിന് വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ എടുത്ത കാർഡ് നൽകിയേ തീരുമെന്ന ആ ഒരു ഡിസിഷൻ റഫറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സോ വീണ്ടും അറ്റാക്കിംഗ് വേഗത്തിലേക്ക് മാറാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കാലിക്കറ്റിന്റെ ഭാഗത്ത് നിന്നും. പകരക്കാരനായി എത്തിയ അഭിരാമിന്റെ റഷാണ് പന്ത് നിയന്ത്രണത്തിലാക്കാൻ. വിത്ത് അഭിരാം നൗ ഒരു ക്രോസിന് വേണ്ടി അഭിരാം. ഒടുവിൽ അഭിരാമിന്റെ ക്രോസ് ബെഞ്ചിൽ നിന്ന് വന്ന അഭിരാമിന്റെ അളന്ന് മുറിച്ചുള്ള ക്രോസിന് ഒരു അസിസ്റ്റിന് കാരണമാകുന്നു. രണ്ടാമത്തെ ഗോളിലേക്കും വരുന്നു തിരുവനന്തപുരത്തിന്റെ സ്വന്തം ഗോൾ നമ്പർ 2. കളി ലോക്ക് ചെയ്യുന്നു കാലിക്കറ്റ് FC. ഇത്രയും സമയം റോക്ക് സോളിഡ് ആയിട്ട് നിന്ന തൃശ്ശൂർ ഡിഫൻസിന് ഫ്രഷ് ലെഗായി വന്ന അഭിരാം റൈറ്റ് ഫ്ലാഗിൽ നിന്നുള്ള ഡ്രിബിൾ ചെയ്ത് ഇടത്തെ കാറുകൊണ്ട് കൊടുത്ത് ലോങ് ക്രോസ് അത് റിട്ടോ വളരെ ഭംഗിയായിട്ടത് ഹെഡ് ചെയ്ത് ഓവർ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നുണ്ട്. പെർഫെക്റ്റ് ഫിനിഷ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കൃത്യമായി തല ഉയർത്തി നോക്കി ടാർഗറ്റ് മാൻ ഉണ്ടോ എന്ന അന്വേഷണത്തിനപ്പുറമാണ് അവിടെ ആ ക്രോസ് സെറ്റ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, പക്ഷേ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നു. ബ്രിട്ടോയ്ക്ക് ഒരു കരുത്തിൽ തന്നെയാണ് കാലിക്കറ്റ് FC പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിബന്ധങ്ങളും അവരെ ബാധിക്കുന്നില്ല. എല്ലാം മറികടന്നുകൊണ്ട് പ്രതിരോധ കരുത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു കാലിക്കറ്റ് FC. തൃശ്ശൂർ മാജിക് FCക്ക് ജിയോവാനി സ്കാനുവിന് ഒരുപാട് പരിശോധനകൾ നടത്തിയിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യണമെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സമയമായി. കാരണം നമുക്കറിയാം മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നതോടും കൂടുതൽ ടഫായി വരികയുള്ളൂ. സോ ആ ടഫ്നെസ് ബാധിക്കുന്നതിന് മുമ്പ് പരമാവധി പോയിന്റുകൾ കൈവശപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ടീമുകൾക്ക് നല്ലത്. ഉള്ള ശ്രമം നമ്മൾ കണ്ടു. എനിവേസ് അവസാന മിനിറ്റുകളിലേക്ക്, റെഗുലർ ടൈമിൻ്റെ അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ആഡ് ടൈം ഉണ്ടാകും. കാരണം പരിക്ക് പല താരങ്ങളും ഗ്രൗണ്ടിൽ വീഴുന്നതും മെഡിക്കൽ ടീം വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു. സോ ഇവിടെ കോഴിക്കോടുകാർക്കൊരു വിരുന്ന് തന്നെയായിരുന്നു. ഒരു സ്ട്രോങ് ടീം തന്നെയാണ്. കൊച്ചിയോട് സമനില പിടിച്ചു എന്ന് പറയുമ്പോൾ
നിരാശയൊന്നുമില്ല. സ്ട്രോങ് ടീം ഞങ്ങൾ തന്നെയാണ് ഈ ഒരു കളിയിൽ ജയിക്കുന്നത് അവർക്ക് പറയാൻ സാധിക്കും. സോ റെഗുലർ ടൈമിന്റെ അവസാനത്തിന്റെ കോഴിക്കോടിന്റെ ഗാലറിയിൽ അടങ്ങാത്ത കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ഗോള് മാത്രമേ ഉള്ളൂ. അഭിജിത്ത് സർക്കാരിൻ്റെ കാലിൽ നിന്ന് വന്ന ഒരൊറ്റ ഗോളല്ലാതെ പിന്നെ ഒന്നും കണ്ടിട്ടില്ല എന്നത് ഒരു വലിയ ക്ഷീണം തന്നെയാണ്. ആ ക്ഷീണം തുടർന്നു കൊണ്ടുപോകാൻ അവരെന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. ഇവിടെ 2-0 എന്ന സ്കോർ ലൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് തന്നെയാണ്. സോ 5 മിനിറ്റ് കൂട്ടിച്ചേർക്കുന്നു. വീണ്ടും ഒരു ഡിപ്പിംഗ് ബോൾ ട്രൈ. ഗോൾ കീപ്പർക്ക് ഡേഞ്ചർ ആൻഡ് ഗോസ് ഇൻ. ആദ്യ ഗോൾ മടക്കിയിരിക്കുന്നു. നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പകരക്കാരനായി എത്തിയ താരം തന്നെയാണ് അവിടെ ഗോൾ ബലം കുലുക്കുന്നത്. യിൽബർ ഫിലോയിലൂടെ തിരിച്ചടിക്കുന്നു തൃശൂർ മാജിക് FC. 90 മിനിറ്റ് റെഗുലർ ടൈം പൂർത്തിയാകുന്ന നിമിഷം ഒരു ഗോൾ മടക്കിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിലെ അഭിജിത്ത് സർക്കാരിന് ശേഷം നീണ്ട നാളത്തെ കാത്തിരിപ്പ് ഒരു സ്കോററിന് വേണ്ടിയുള്ളത് അവസാനിക്കുന്നു. ത്രൂ യിൽബർ ഫിലോ. കൃത്യമായിട്ട് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അവസാനപ്പെട്ട ട്രയൽ തൃശ്ശൂരിന്റെ ഒരു ബിഗ് ചാർജാണ് ബോക്സിനകത്തേക്ക്. പക്ഷേ ഡിഫൻസ് വീണ്ടും അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അപകടം ഒഴിഞ്ഞിട്ടില്ല ഇപ്പോൾ. സോ ഒരു ലാസ്റ്റ് ചാൻസ് കൂടി കിട്ടും. 1 ലാസ്റ്റ് ട്രൈ. ഈ ഒരു ചാൻസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കണം. സോ കളി സമനില പിടിക്കാൻ തൃശ്ശൂരിന്റെ മുന്നിൽ വരുന്നൊരവസരം. സ്കാനോ ഒട്ടും ഹാപ്പിയല്ല. ടീമിനോട് നിരന്തരമായി സൈഡ് ലൈനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണാം. മാർസലോ ടൊസ്കാനോ വെയിറ്റ് ചെയ്യുന്നു പന്തുമായി. 1 ലാസ്റ്റ് ട്രൈ. ടൊസ്കാനോ ഒരു കർവർ സെറ്റ് ഉഗ്രൻ ഫ്ലിക്ക് വരുന്നു. രണ്ടാമത് മൂന്നാമത്തെ ട്രയൽ ഗോളായി മാറുകയാണ്. വാട്ട് എ കംബാക്ക്. അവിശ്വസനീയമായ കാഴ്ചയാണ് അവിടെ നമ്മൾ കാണുന്നത്. അവിശ്വസനീയമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. വാട്ട് എ മൊമെന്റ്. അവിടെ കാണുക, ഒരു ഉഗ്രൻ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അവിടെ. വാട്ട് എ മൊമെന്റ്. ഒരു കൂട്ടപ്പൊരിച്ചിൽ, ഒരു കോർണറിന്റെ കൂട്ടപ്പൊരിച്ചിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. ആ കൂട്ടപ്പൊരിച്ചിലിന്റെ അവസാനം ഒരു ഗോൾ നേടിക്കൊണ്ട് മാജിക് കാണുകയാണ്. കോഴിക്കോടിന്റെ മണ്ണിൽ മാജിക് കാണപ്പെടുന്നു. ഒരു ഉഗ്രൻ ഫിനിഷിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരു നേരം കൂടി കണ്ടാൽ മാത്രമേ പറയാൻ സാധിക്കൂ. നമ്മൾ പറഞ്ഞു 10 സെക്കൻഡ് മതി ഒരു ഗോളിന്റെ ആരംഭത്തിലേക്ക് വരാൻ. ഇവിടെ നോക്കാം, ഉഗ്രൻ അളന്നു മുറിച്ചുള്ള കേവർ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഫസ്റ്റ് ടൈം ഒരു ഹെഡർ ഡിഫൻഡറുടെ ബോഡിയിൽ തട്ടുന്നു. സേവ് സംഭവിക്കുന്നു ഗോൾ കീപ്പറിന്റെ ഭാഗത്ത് നിന്ന്. അതിനുശേഷമാണ് ആ ഒരു ഫ്ലൈയിങ് ഹെഡർ ഫിനിഷിലേക്ക് പോകുന്നത്. നോക്കുക, അഭിജിത്ത് സർക്കാരിന്റെ അടി ഫസ്റ്റ് ടൈം സേവ് ചെയ്തു. അതിനുശേഷമാണ് കൃത്യമായ ഫിനിഷിലേക്ക് പോയിരിക്കുന്നത്. സോ യെസ്, ഒരു പെർഫെക്റ്റ് കംബാക്ക് തന്നെ സാധ്യമാക്കിയിരിക്കുന്നു നിർണായക മത്സരത്തിൽ ലൂക്കസ് സിൽവയിലൂടെ. ഒരു പെർഫെക്റ്റ് കംബാക്ക്. 2-2 കാലിക്കറ്റിന്റെ വിജയമോഹങ്ങൾ. നേരത്തെ പറഞ്ഞു, വിജയത്തിനും സമനിലയ്ക്കുമിടയിലായിരുന്നു കാലിക്കറ്റ് FC. അവിടെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോ തൃശൂർ മാജിക് FC കോഴിക്കോടിന്റെ മണ്ണിൽ അവിശ്വസനീയമായ ഒരു മായാജാല പ്രകടനമാണ് അവസാന സെക്കൻഡിൽ കാഴ്ചവെച്ചത്. ലൂക്കസ് സിൽവയുടെ ഗോൾ, യിൽബർ ഫിലോയുടെ ഗോൾ, ബ്രസീലിയൻ പവറിൽ കാലിക്കറ്റിന്റെ ജയമോഹങ്ങളെ തകർത്തെറിയുന്നു തൃശൂർ മാജിക് FC. ജിയോവാനി സ്കാനുവിന് ആശ്വാസത്തോടെ വെള്ളം കുടിക്കാം, ചിരിക്കാം. ഒരു ഉഗ്രൻ തിരിച്ചുവരവ് തന്നെയാണ് തൃശൂർ മാജിക് FC നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ വരാനിരിക്കുന്ന ചരിത്രത്തിൽ ഈ ഒരു മത്സരം അടയാളപ്പെടുത്തി വെക്കും. സ്വന്തം കാണികളുടെ മുമ്പിൽ ലീഡ് നേടി വിജയത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയ ശേഷം സമനിലയിലേക്ക് ഈ മത്സരം കൈവിട്ട് കളയുന്നു. തൃശൂർ മാജിക് FCയുടെ മാജിക് മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്ക് ടു ബാക്ക് പോയിന്റ് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. കാലിക്കറ്റ് FC താരങ്ങളുടെ മുറയിൽ നോക്കുക, അവരാകെ തളർന്നിരിക്കുന്നു, ക്ഷീണിതരായിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടിലേക്ക് ഈ മത്സരം എത്തിയിരിക്കുന്നു. സോ കോഴിക്കോടിന്റെ മണ്ണിൽ ഉഗ്രനുശീലൻ ഫുട്ബോൾ രണ്ടാമത്തെ പകുതിയിൽ കണ്ട മത്സരം 2-2 സമനിലയിൽ പിരിയുകയാണ് കാലിക്കറ്റ് FCയും തൃശൂർ മാജിക് FCയും. സോ മായാജാലം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തൃശൂർ മാജിക് FC
കോഴിക്കോടിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവസാന നിമിഷങ്ങളിൽ 2 ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് 2 വിദേശ താരങ്ങളുടെ കരുത്തിൽ 2-2 കളി മാറിയിരിക്കുന്നു ഇവിടെ കോഴിക്കോടിന്റെ മണ്ണിൽ. സോ കാലിക്കറ്റ് FC-യുടെ വിജയാഘോഷത്തിന് വേണ്ടി കാത്തിരുന്ന ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് തൃശൂർ മാജിക് FC ഒരു ഉഗ്രൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. കം ബാക്ക് കിങ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. സോ തൃശൂർ മാജിക് FC-യുടെ പെർഫെക്റ്റ് കം ബാക്ക്.